പാലക്കാട് മണ്ണാർക്കാട്ട് തത്തയങ്കലത്ത് ജനവാസ മേഖലയിൽ ഒരു കടുവ ഇറങ്ങിയെന്ന് വാർത്ത വരുന്നുണ്ട്. ഒരു പശുക്കിടാവിനെ ഈ കടുവ ആക്രമിച്ച് കൊന്നുവെന്നും വാർത്തയുണ്ട്. ആദ്യം നമുക്കൊരു പ്രതികരണം കാണാം അതിനെക്കുറിച്ച്. ഞാൻ പശുവിനെ ആട്ടുമ്പോൾ തീറ്റയും കൂടെ വിൽക്കാൻ ഇതിനെ തൊട്ട് അകത്തണം നിൽക്കും. അതിൽ ആ മഴ പെയ്യുന്നതിന് മുമ്പേ ആടുകുട്ടികൾ തീരെ വെട്ടി കൊണ്ടുപോയി എൻ്റെ കണ്ണ് മുന്നിൽ നിന്നാണ് ഈ സാധനം ചാടി പിടിക്കുന്നത്. അതായത് ഉറുദൽ കടുവ എന്ന് പറഞ്ഞാൽ ഉറുദൽ കടുവ വരെയാണ്. പൈക്കുട്ടിനെ ഇതിൽ പിടിച്ചാൽ മറിച്ച് പൈക്കുട്ടിയും അതുമാടെ മറിഞ്ഞ് താഴെ വീണതിൻ്റെ പെരടി ഒഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അത് എന്നിട്ടും കുറേ നേരം ഇങ്ങോട്ട് എനിക്ക് വന്നു, അതിനാണ് വീണ് നഷ്ടപ്പെട്ടു. എന്നിട്ട് 2 പ്രാവശ്യം വീണ്ടും കടുവ വന്നു. ആ മഴ തോന്നുന്ന വെച്ചാൽ വീണ്ടും 2 പ്രാവശ്യം മറിഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ തൊട്ടടുത്ത് ഈ വീട് നടക്കേണ്ട അവിടം വരെ വന്നു. ഐഷത്തുൽ ഷംന പാലക്കാട് എന്ന വിവരങ്ങളുമായി ചേർന്നു. ഷംന, വിശദാംശങ്ങൾ. ഈ കടുവയെക്കുറിച്ചുള്ള ഭീതി അവിടെ പടർന്നു, എന്താണ് വനംവകുപ്പ് പറയുന്നത്? കഴിഞ്ഞ കുറേ നാളുകളായി മണ്ണാർക്കാട് മേഖലയിൽ വന്യജീവി ആക്രമണമുണ്ട്. പക്ഷേ ഈ വന്യജീവി എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുലിയാണെന്ന ഒരു നിഗമനമൊക്കെ ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തത്തങ്കലം സ്വദേശിയായ ബഷീറിന്റെ പശുക്കിടാവിനെയാണ് കടുവ പിടിച്ചു കൊണ്ടുപോയത്. ഈ കടുവ പിടിക്കുന്നത് ഈ ബഷീർ തന്നെ നേരിട്ട് കണ്ടു എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടക്കം പറയുന്നത്. ഇതോടുകൂടി തന്നെ മേഖലയിൽ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭീതി പടർന്നിട്ടുണ്ട്. വനംവകുപ്പ് ഇപ്പോഴും സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. ഈ കടുവ ഇപ്പോഴും സമീപത്ത് തന്നെ ഉണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് ഈ പ്രദേശവാസികളും ഒപ്പം വനംവകുപ്പും ഉള്ളത്. ഇതോടുകൂടി എന്തായാലും ഈ പ്രദേശത്ത് കൂടും ഒപ്പം തന്നെ ക്യാമറകളും സ്ഥാപിക്കണം എന്നൊരു ആവശ്യം അത് നേരത്തെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ആ ആവശ്യം ശക്തിയോടുകൂടി നാട്ടുകാർ ഉന്നയിക്കുകയാണ്. എന്തായാലും വനംവകുപ്പ് ഇന്ന് നിരീക്ഷണത്തിന് ശേഷം ഈ കൂട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ച് അറിയിക്കാം എന്നുകൂടി പ്രദേശവാസികളോട് പറഞ്ഞിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു ഷംന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.